ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ എഡിൻബ്ര ടു ലണ്ടൻ റോഡ് ട്രിപ്പിന്റെ ഡേ 2 ആണ്. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബർമിംഗ്ഹാമിലാണ്. അവിടെ നിന്ന് നമ്മൾ കോസ്വോൾ, പിന്നെ അത് കഴിഞ്ഞ് ബാത്ത് ആൻഡ് ലാസ്റ്റ്ലി കാർഡിഫ്. അവിടെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. സോ ഇതാണ് ഇന്നത്തെ പ്ലാൻ. എന്നിട്ട് നാളെ അവിടുന്ന് ലണ്ടൻ. ബർമിംഗ്ഹാം ടു കോസ്വോൾഡ് ഒരു 1.5 മണിക്കൂറിന്റെ ഡ്രൈവ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ഡ്രൈവ് ആണെന്നാണ് കേട്ടത്. അത് നമുക്കിന്ന് കാണാം. അങ്ങനെ നമ്മൾ ബർട്ടൺ ഓൺ വാട്ടറിൽ എത്തിയിരിക്കുന്നു ഗൈസ്. ഭയങ്കര പീസ്ഫുൾ ആൻഡ് കിഡെല്ലാം വൈബുള്ളൊരു സ്ഥലമാണ്. അവിടെ നമ്മൾ ഫസ്റ്റ് മോഡൽ വില്ലേജിലാണ് പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഒരു മിനി വില്ലേജിലാണ്. കോസ്വോൾഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ വന്നത്. അവിടെ ബർട്ടൺ ഓൺ വാട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ വേർഷനാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഉള്ള എല്ലാ ബിൽഡിങ്സും 1:9 റേഷ്യോയിലാണുള്ളത്. സംഭവം നല്ല ക്യൂട്ടാണ്. നമുക്ക് ഓരോ വീടിന്റെ ഡീറ്റെയിലിങ്ങും ഒക്കെ കാണാം. നമ്മൾ ഇതിന്റെ പുറത്ത് ഇങ്ങനെ നടന്നു വന്നതുകൊണ്ട് നമ്മൾ കണ്ട ബിൽഡിങ്സ് തന്നെ നമുക്ക് അതിന്റെ മിനി വേർഷനിൽ ഇവിടെ കാണാൻ പറ്റും. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം 11 മണിയായി. നമ്മളപ്പോൾ ഒരു ബേക്കറി കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മളിപ്പോൾ ചോക്ലേറ്റ്, ഒരു ബീഫ് ടേസ്റ്റി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. എല്ലാം കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അതും റിവർ സൈഡിൽ ഇരുന്ന് കഴിക്കാൻ ഒരു പ്രത്യേക സുഖമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു കുട്ടി സുവനീറും വാങ്ങി നമ്മൾ സ്ഥലം വിട്ടു. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷനാണ് കാസൽ കൂം. ഇത് അറിയപ്പെടുന്നത് പ്രിറ്റിയസ്റ്റ് ഇംഗ്ലീഷ് വില്ലേജ് എന്നാണ്. കാരണം ഇത് 17th സെഞ്ച്വറിയിലെ അതേ ഒരു ലുക്കിൽ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്ന വില്ലേജാണ്. അതിലൂടെ നടക്കാൻ വളരെ ഭംഗിയായിരുന്നു. നമ്മളെ ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വിട്ടു. അതിവിടുന്ന് ഒരു 3/4 മണിക്കൂർ ദൂരമുള്ള സ്ഥലമാണ്. അതാണ് ബാത്ത്. ബാത്ത് ഒരു 2 ദിവസം എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലമാണ് കേട്ടോ. പക്ഷെ നമുക്കധികം സമയം ഉണ്ടായില്ല. നമ്മൾ അതൊരു 2 മണിക്കൂർ കൊണ്ട് നടന്ന് കണ്ടു. നമ്മൾ പോയ ദിവസം നല്ല കിടിലൻ ചൂടുള്ളതുകൊണ്ട് ഈ ചേട്ടൻ നമുക്ക് നല്ല കിടില ഒരു ലെമണേഡ് ഉണ്ടാക്കി തന്നു. അതും കുടിച്ച് നമ്മൾ ബാത്തിലെ വഴികളിലൂടെ നടന്നു. അവിടുത്തെ റോമൻ ആർക്കിടെക്ചറൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ കുറെ നേരം അവിടുത്തെ ഒരു പാർക്കിലിരുന്നു. അവസാനമായി ഒരു കിടിലം വ്യൂ ഉള്ള കഫേന്ന് ഒരു ഐസ്ക്രീമും കഴിച്ച് നമ്മൾ അവിടുന്ന് സ്ഥലം വിട്ടു. നെക്സ്റ്റ് നമ്മൾ പോകുന്ന കാർഡിഫ്. അത് ഇവിടെ നിന്ന് ഒരു 1 hour ദൂരെയാണ്. അവിടെ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ ഒരു കിടിലൻ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി. പേർപ്പിൾ പപ്പഡ് എന്നാട്ടോ റെസ്റ്റോറൻറ്റിന്റെ പേര്. ഇതൊരു ഫ്യൂഷൻ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ അവർ സജസ്റ്റ് ചെയ്ത കുറേ സാധനങ്ങൾ കഴിച്ചു. സ്റ്റാർട്ടേഴ്സ് ആയിട്ടും മെയിൻസ് ആയിട്ടും ഒക്കെ എല്ലാ ഐറ്റംസ് ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഡിന്നറോടെ അവസാനിപ്പിച്ചു. ബൈ.